വിഷുക്കണിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കണിയൊരുക്കാനുള്ള തിരക്കിലാണ് മലയാളി. സ്വർണവും വാൽക്കണ്ണാടിയും കൃഷ്ണവിഗ്രഹവും കൂടെ കണിവെള്ളരിയും കണിക്കൊന്നയും കാർഷികോൽപ്പന്നങ്ങളും നിറക്കാഴ്ചയൊരുക്കും. സാധനങ്ങളെല്ലാം വാങ്ങാനായി വിപണികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. നാളെ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ചടങ്ങുകളും പൂജകളുമുണ്ട്. ദീപക് മലയമ്മ മിഠായി തെരുവിലുണ്ട്. ദൃശ്യങ്ങളും വിവരങ്ങളുമായി ദീപക്കിലേക്കാണ്. ദീപക്, മിഠായി തെരുവിൽ നല്ല തിരക്കാണെന്നറിയാം. ഇപ്പോൾ കണിയൊരുക്കാനുള്ള സാധനങ്ങൾക്കായുള്ള തിരക്കാണോ അതോ വിഷുക്കോടിക്കുള്ള തിരക്കാണോ? എന്താണ് കാഴ്ച? സ്മൃതി, രണ്ട് തിരക്കുകളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് കണി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ സ്വാഭാവികമായും മിഠായിത്തെരുവിൽ നിന്ന് ലഭിക്കില്ല. പക്ഷേ അത് പാളയത്തു നിന്ന് ഉൾപ്പെടെ വാങ്ങിയിട്ടാണ് ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. വലിയ തിരക്ക് ഈ ഒരു ഘട്ടത്തിലും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പലരും കണിക്കൊന്നയൊക്കെ പലയിടങ്ങളിൽ നിന്ന് വാങ്ങി ഇവിടേക്ക് എത്തി പിന്നീട് വസ്ത്രങ്ങൾ വാങ്ങിച്ചൊക്കെ തിരിച്ചു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. നമുക്കിവിടെ നേരത്തെ വൈകിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇത്ര സ്വതന്ത്രമായിട്ട് നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിലും വലിയ തിരക്കായിരുന്നു അനുഭവപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അല്പം മാറ്റം ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ആളുകളുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ അത് കുറവാണ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ കണ്ട തിരക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നുള്ളതാണ്. ആളുകളൊക്കെ നാളെ ഇനിയിപ്പോൾ രാവിലെ ആകുന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ട് കണിയൊരുക്കുക, അതിനൊപ്പം തന്നെ സദ്യവട്ടങ്ങളിലേക്ക് കടക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുമായിട്ടാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് ചില ആളുകളോട് ചോദിക്കുകയും ചെയ്യാം എന്തൊക്കെയാണ് അവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കുകയും ചെയ്യാം. വിഷുവിന് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നാണോ? അല്ലാതെ എൻജോയ് ചെയ്യാൻ വന്നത്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അടിപൊളി. വിഷു ഒക്കെ ആഘോഷിക്കാറുണ്ട്? പിന്നെ ആഘോഷിക്കാറുണ്ട്. എങ്ങനെയാ ഇത്തവണത്തെ ആഘോഷം? ഇത്തവണ വയനാട് എൻജോയ് ചെയ്യാൻ വേണ്ടി വയനാട് വേണമല്ലോ. എല്ലാവരും ഫാമിലി ഒന്നിച്ച് വയനാട് പിടിക്കാൻ പോവാണ്. വയനാട്ടിലേക്ക് കുറെ ആളുകൾ ഇവിടെ ഈ മയിൽപ്പീലിയൊക്കെ പിടിച്ച് മയിൽപ്പീലി വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ടാണോ? അതെ. എന്തൊക്കെയാ വിഷുക്കണിക്ക് ഒരുക്കിയിരിക്കുന്നത്? വിഷുക്കണിക്ക് കടിവെള്ളരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഒക്കെ എല്ലാം സെറ്റാക്കിയിട്ട് പോകുന്നതാണ്. നാളെ എന്താ സദ്യക്ക് എങ്ങനെയാ? സദ്യക്ക് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സദ്യയാണ്. അവിയൽ, സാമ്പാർ, അവിയൽ. നോൺ ഐറ്റങ്ങളൊക്കെ കാണുമായിരിക്കുമോ? സ്മൃതി, മലബാറിലെ പൊതുവെ സദ്യ ഉണ്ടെങ്കിൽ പോലും അതിൽ ചില നോൺ ഐറ്റങ്ങൾ കൂടി ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അത് പക്ഷേ എല്ലാവർക്കും അല്ല, ചില ആളുകളൊക്കെ അത്തരത്തിൽ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ്. ഒരു ചേട്ടൻ പൂവൊക്കെ വാങ്ങിച്ചു നാളെ കണിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂവൊക്കെ വാങ്ങിച്ചത്. അതെ. എന്തൊക്കെ പൂവാണ് ഞാൻ കേട്ടതേ? പൊതുവെ കണിക്കൊന്ന മാത്രമായിരിക്കുന്നത്. എല്ലാ പൂവും ഇത് കദമ്പം വാങ്ങിയിട്ടുണ്ട്, പിന്നെ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ട്, പിന്നെ കണിയിലേക്ക് വേണ്ട മാങ്ങ വാങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ സമൃദ്ധമായിരിക്കും കണി. അതെ കേമായിരുന്നു. എല്ലാ തവണയും ഇങ്ങനെ തന്നെ സമൃദ്ധമായിട്ട് വാങ്ങാറുണ്ട്. ഇത്തവണ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ വിഷുവിന്? പ്രത്യേകതയായിട്ടൊന്നുമില്ല, എല്ലാ കൊല്ലവും മാറ്റം തന്നെ. അതെ. എല്ലാം ഒരുക്കി കഴിഞ്ഞോ? നാളെ ഭക്ഷണത്തിൽ സദ്യയിൽ എന്തായിരിക്കും പ്രധാന ഐറ്റം? പായസം, പാലട. നാളെ പാലട കൂട്ടിയിട്ടായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട സദ്യ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വസ്ത്രങ്ങൾ വാങ്ങുന്ന നിരവധിയായ ആളുകളുണ്ട്. ഈ തെരുവ് അക്ഷരാർത്ഥത്തിൽ കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ. ഒപ്പം തന്നെ തെരുവ് കച്ചവടക്കാരും ആ നിലയ്ക്ക് തന്നെ ഇവിടെ കീഴടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്മൃതി, ഇനി വരുന്ന കുറച്ച് മണിക്കൂറുകൾ കൂടിയാണ് ഇത്ര കണ്ട് സജീവതയിൽ മിഠായി തെരുവ് നമുക്ക് കാണാൻ സാധിക്കുക. അത് കഴിയുന്നതോടുകൂടി അതിൻ്റെ കാഴ്ച അല്പം മങ്ങുന്ന തരത്തിലേക്ക് പോകും. പക്ഷേ നാളെ ഏതാണ്ട് ഉച്ചയോടുകൂടി വീണ്ടും ഇതേ സജീവതയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ആ സജീവത എപ്പോഴും മിഠായി തെരുവ് കാത്തു സൂക്ഷിക്കാറുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? വസ്ത്രങ്ങൾ വാങ്ങിച്ചു. എന്ത് വാങ്ങിച്ചു? ഡ്രസ്സ്, ചുരിദാർ. ഈ സെറ്റ് സാരി കൊടുത്തിട്ടൊക്കെ പൊതുവെ കാണാറുണ്ട് വിഷുവിന്. അങ്ങനെയാണോ അല്ലെങ്കിൽ ഈ ചുരിദാറാണോ? അല്ല, ചുരിദാറാണ് സാധാരണ ഉപയോഗിക്കല്. അപ്പോൾ വിഷുവിനുള്ള എല്ലാവർക്കും സെറ്റ് സാരിയാണ് നല്ലത്. സെറ്റ് സാരിയാണ് നല്ലത്. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞോ? ഏകദേശം എല്ലാം കഴിഞ്ഞു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. സ്മൃതി, ഈ അർത്ഥത്തിലാണ് എല്ലാവരും പല വിധത്തിലുള്ള അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞോ? വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള കുറച്ച് മണിക്കൂറുകൾ, ആ മണിക്കൂറുകൾ കൊണ്ട് വിഷു ഏറ്റവും സമ്പന്നമായ രീതിയിൽ, ഏറ്റവും ഐശ്വര്യപ്രദമായ രീതിയിൽ തന്നെ കൊണ്ടാടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാവരും ഉള്ളതെന്ന് പറയേണ്ടി വരും. കടകളിലെ മുന്നിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. സാധാരണ ഈ SM സ്ട്രീറ്റിൽ കടകൾക്ക് മുന്നിൽ നിന്ന് ചില ചെറുപ്പക്കാർ ഇങ്ങോട്ട് വരും എന്ന് വിളിക്കുന്നൊരു രീതിയുണ്ട്. ഇന്നിപ്പോൾ നല്ല തിരക്ക് കാണുന്നു. ഈ പറഞ്ഞ പോലെ വിഷു തലേന്നിൻ്റെ തിരക്കാണ്. കടകൾക്ക് മുന്നിലേക്ക് പോയി നല്ല ലാഭം ഉണ്ടാകുന്ന സമയമാണോ എന്നൊന്ന് കടയുടമകളോട് ചോദിക്കാൻ തോന്നുന്നു. അതിലേ ഒരു കാര്യമുണ്ട്. അതായത് നേരത്തെയൊക്കെ ഇങ്ങനെ വിളിച്ച് വരുത്തായിരുന്നു. അതിന് പിന്നീട് ഒരു പരാതി വന്നു. പക്ഷേ ആ പരാതിക്ക് ശേഷം അങ്ങനെ സജീവത ഇല്ലാത്തൊരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എന്താ എനിക്ക് തോന്നുന്നേ ഇതിൽ നല്ലപോലെ സൗണ്ട് ഉണ്ടായി തോന്നുന്നല്ലോ. ഹാപ്പി വിഷു ഉച്ചത്തിലായിട്ട്
ഇന്ന് ഫുള്ള് രാവിലെ മുതലേ ഇതന്നെയാണ് പരിപാടി. ഓ അടിപൊളി അടിപൊളി. ആളുകളൊക്കെ കയറിറങ്ങി പോകുന്നു. കയറി ഇറങ്ങി അടിച്ചു പൊളിക്കാണ്. നല്ല വസ്ത്രങ്ങളൊക്കെ ഇവിടെ കിട്ടി. വസ്ത്രങ്ങളൊക്കെ വാങ്ങി. ഉണ്ട്. തിരക്കുണ്ടോ? തിരക്കെങ്ങനെ? തിരക്ക് വമ്പിച്ച തിരക്കാണല്ലോ. നിങ്ങളുടെ മുതലാളി വല്ലതും നടന്നോ? നല്ല ഉഷാറാണ്. വിഷു ഹാപ്പി ഹാപ്പി. ആ മുഖത്ത് കാണാനുണ്ടായ. അതെ അതെ. ഓ ഇനിയിപ്പോ എത്ര മണി വരെ കാണും ഇവിടെ? ഇവിടെ ഒരു 12 മണി വരെയൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ എടുത്തു പോകുന്ന ഐറ്റം ഏതാ? എല്ലാ ഐറ്റം എടുക്കുന്നുണ്ട്. ജീൻസ് എടുക്കുന്നുണ്ട്, ഷർട്ട് എടുക്കുന്നുണ്ട്. ഇതൊക്കെ വില കുറവാണോ? വളരെ വില കുറവാണ്. 1000 വിൽക്കുന്ന ഷർട്ടിന് 350 രൂപ. ഓ എങ്ങനെ വെക്കുന്നു ഇത്? അത് നോക്കാം. നമ്മൾ 1000-ന് എത്രയുടെ കാശിന്റെ ഷർട്ട് 350 റുപ്യക്കാ കൊടുക്കണേ. ഇങ്ങനെ കൊടുത്ത 50 റുപ്യക്ക് നമുക്ക് അത് മതി, അത് മതി, അത് മതി. കേട്ട് കഴിഞ്ഞാൽ ആരും വാങ്ങുമെന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്. ഇങ്ങനെയാണ് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അവരുടെ കച്ചവട തന്ത്രം. ഒപ്പം തന്നെ അവർ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് ഇത്തരത്തിൽ ഇങ്ങനെ നല്ല വിപണനം. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ഉടുപ്പ് വാങ്ങിച്ചോന്നോ? എന്തുടുപ്പാ വാങ്ങിച്ചേ? ഏത് കളറാ? പച്ച കളറാണോ വാങ്ങിച്ചേ? വിഷു ഒക്കെ ആഘോഷിക്കുവോ? ഉണ്ടല്ലേ. പേരെന്താ? ആരാധ്യ. ആളുടെ പേരെന്താ? എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? അപ്പോൾ അങ്ങനെയാണ് സ്മൃതി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് നേരം പുലരോളം ഒരുപക്ഷെ ഇങ്ങനെ നടക്കേണ്ടി വരും. ആളുകൾ ആ അർത്ഥത്തിലാണ് അവരുടെയൊക്കെ ഒരു പർച്ചേസിങ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. എല്ലാം വാങ്ങിച്ചോ? വാങ്ങിച്ചു. എന്തൊക്കെയാണ് വാങ്ങിച്ചു? ഡ്രസ്സുകൾ വാങ്ങിച്ചു. എല്ലാവർക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. വാങ്ങിച്ചു. എല്ലാ തവണയും വിഷുവിന് വിഷുക്കോടി നിർബന്ധമാണ്. ഷുവറായിട്ടും വിഷു ആഘോഷിക്കാനുള്ളതല്ലേ. ഇത്തവണത്തെ ഒരു വിഷുവിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയാൻ പറ്റുക? അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ വിഷുവിലെ പോലെ തന്നെ കണിയൊക്കെ കണ്ട് കണിക്ക് വേണ്ടി പടക്കം പൊട്ടിച്ച് പടക്കം വാങ്ങിച്ചോ? വാങ്ങി. എത്ര രൂപ വാങ്ങിച്ചു? 1000. കണ്ടോ, 1000 രൂപ ചുരുങ്ങിയ പൈസയാണ്. അങ്ങനെ പറയുള്ളൂ അല്ലേ? 10,000-നൊക്കെ വാങ്ങിക്കുന്നവർ ഇന്നലെ കണ്ടു. അതല്ല, നിങ്ങളുടെ സ്പേസ് കുറവാകൊണ്ട് നമ്മൾ കംഫർട്ടബിളായിട്ട് കുട്ടികൾക്കുള്ള ഐറ്റമായിരിക്കും കൂടുതൽ. കൂടുതലും കമ്പിത്തിരി കാര്യങ്ങളൊക്കെ അല്ലേ. കൂടുതലും കമ്പിത്തിരിയൊക്കെ അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഐറ്റങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ആ ഒരു എന്താ അവസ്ഥ? നല്ല അടിപൊളിയായിട്ട് നടത്തുന്നു. എന്താ മാസ്ക് ഇട്ട് വെച്ചാൽ പൊടിയിട്ടാ? അല്ല, മാസ്ക് അലർജി പറ്റി ആണല്ലേ. എങ്ങനെയുണ്ട്? വലിയ ഉച്ചത്തിലൊക്കെ വിളിക്കുന്നു. വരുന്നുണ്ട് ആള്. നല്ല ഇഷ്ടം പോലെ വരുന്നുണ്ട്. ആണല്ലേ. എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി ഹാപ്പി വിഷു. എന്താണ് ഉടുപ്പൊക്കെ വാങ്ങിച്ചാ? ആണോ? എന്ത് ഉടുപ്പാ വാങ്ങിച്ചേ? ഏത് കളർ ഉടുപ്പാ പോകുന്നേ ഉള്ളൂ? ആഹാ. വിഷു ഒക്കെ ആഘോഷിക്കുവോ? എന്താ പേര്? ആഹാ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എവിടുന്നാ? ഞങ്ങളത് താമരശ്ശേരി കൊടുവള്ളി. ആണല്ലേ. ഈ വിഷുവിനും പെരുന്നാളും ഓണമൊക്കെ നമുക്ക് ആഘോഷമാണല്ലോ. ഇപ്പൊ ഇവിടേക്ക് വന്നപ്പോൾ എന്താ തോന്നി? വളരെ സന്തോഷം. SM സ്ട്രീറ്റ് പർച്ചേസിൽ വളരെ എല്ലാ ആഘോഷ സമയത്തും എത്തലുണ്ട്. അപ്പോൾ ഇഷ്ടമായി. ഓക്കെ. അങ്ങനെയാണ് സ്മൃതി വളരെ വലിയ ആഘോഷത്തിലേക്ക് ഇതിനോടകം തന്നെ കോഴിക്കോട് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വൈകിട്ട് നമ്മൾ ഹാപ്പി വിഷു എവിടുന്ന? നമ്മളിതാ കക്കോടി നിന്നാണ്. ഇതിലെന്തൊക്കെയുള്ളത്? ഇതിൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് വീഡിയോ നടത്ത പാൻ്റാണ്. 400 റുപ്യ ഉള്ളതാ. 400 റുപ്യക്ക് എടുത്ത സാധനമാണ്. നീ സത്യം പറയും, എവിടെ കടയിൽ ജോലി ചെയ്യുന്നതാണോ? അല്ല നമ്മളിവിടെ സാധനം വാങ്ങാൻ വന്നാണല്ലേ. 150 റുപ്യക്ക് ഷോർട്സ് വിഷുവിന്റെ ഓഫർ പ്രമാണിച്ച് ഇപ്പൊ ആരും വാങ്ങാ. അതെ, ഇപ്പൊ എനിക്ക് വ്യക്തമായി. ഇപ്പൊ സാധനം വാങ്ങിക്കാൻ വന്നതാണ് എനിക്ക് വ്യക്തമായി. അതെ, ഓക്കെ. എന്തായാലും ഓക്കെടാ. ഹാപ്പി വിഷു. അങ്ങനെ അതിനിടയിലുള്ള ഒരു മാർക്കറ്റിംഗ് കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്കിനിപ്പം ഹലുവയൊക്കെ വരുന്നത് ആ ഒരു ഏരിയയിലേക്കാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ മധുരം കൃത്യമായിട്ട് വാങ്ങിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അങ്ങനെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, മിഠായി തെരുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിരവധിയായ കുടുംബങ്ങളൊക്കെ ഇവിടെ എത്തി തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താ തിരിഞ്ഞു നിന്നേ? സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ? മേടിക്കുന്നു. എന്തൊക്കെയാ? ഡ്രസ്സ് എടുക്കാനാ? ഇല്ല, ഞങ്ങൾ ചുമ്മാ ഇറങ്ങാൻ വേണ്ടി. വിഷുവിന്റെ വൈബ് കിട്ടി. എവിടെ സ്ഥലം? എവിടെയാ? ഞങ്ങൾ പാല. കോട്ടയത്ത് നിന്ന് വന്നിട്ടാണോ? അപ്പൊ ഇവിടെ വന്നിട്ടൊരു വൈബ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നാണമായി പോയി തോന്നുന്നു. അങ്ങനെ നിരവധിയായ മനുഷ്യർ പല വിധത്തിൽ ഇങ്ങനെ. ചേട്ടാ നമസ്കാരം. വിഷു. ഓക്കെ, ഹാപ്പി വിഷു. എങ്ങനെ ആഘോഷങ്ങളൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ. ഇവിടെ ഒരു ബഹളത്തിലൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഒരു പരിഭ്രമം തോന്നുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ലല്ലോ, ഒരു പരിഭ്രമവും ഇല്ല. സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ? വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോഴേ വന്നിട്ടുള്ളൂ. ഒറ്റയ്ക്കാണോ വന്നേ? വൈഫുണ്ട് കൂടെ. ഞങ്ങൾ തിരൂരങ്ങാടിയിൽ നിന്ന് വന്നവരാണ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.
താങ്ക് യു. സ്മൃതി, ഇങ്ങനെ കാണുന്ന ഓരോ മനുഷ്യരും അവരുടെ സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയുള്ള കുറച്ച് സമയങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ വിഷു ആഘോഷിക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അല്പം മുൻപ് നമ്മൾ പാളയം കടന്നാണ് വന്നത്. അവിടെയാണ് പച്ചക്കറിയുടെ ഒരു ഹബ്ബായിട്ട് കോഴിക്കോടിനെ സംബന്ധിച്ചുള്ളത്. അവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് കണിവെള്ളരി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതുണ്ട്. ആ കണിവെള്ളരികൾ വാങ്ങിക്കുക. ഒപ്പം തന്നെ കണിക്കൊന്ന, മുൻപ് കാലങ്ങളിലൊക്കെ നമുക്ക് പലയിടങ്ങളിലും തൊടികളിൽ പോയി പറിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ പലയിടത്തും നമുക്ക് കണിക്കൊന്ന, അവിടെ തന്നെ ഒരു ദൃശ്യം കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കണിക്കൊന്ന നമുക്ക് തൂക്കിയിട്ടത് കാണാം. അത് പക്ഷേ പ്ലാസ്റ്റിക് ആണ്. അങ്ങനെ പ്ലാസ്റ്റിക് കണിക്കൊന്നകളൊക്കെ നിറഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പോലും താരതമ്യേന ഈ വിപണിയിലും ഒറിജിനൽ ആയിട്ടുള്ള കണിക്കൊന്ന കിട്ടാനുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷപൂർവ്വം പോവുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു പ്രതി ചേട്ടാ, എങ്ങനെയുണ്ട് തവണത്തെ കച്ചവടം? കുഴപ്പമില്ല, നല്ല കച്ചവടം. കുഴപ്പമില്ല, സന്തോഷമുണ്ട്. കുഴപ്പമില്ല. അപ്പം സന്തോഷത്തോടു കൂടി ആളുകൾ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനിയിപ്പം ഇതൊരു പൂക്കടയാണല്ലോ. പക്ഷേ ചേട്ടാ, നമ്മുടെ പൂക്കടയാണ്, പക്ഷേ കണിക്കൊന്ന എന്താ പ്ലാസ്റ്റിക് ആയിപ്പോയി? പ്ലാസ്റ്റിക് സാർ അങ്ങനത്തെ കാലഘട്ടമായി പോയില്ലേ, എന്ത് ചെയ്യാനാ? കണിക്കൊന്ന എവിടെ കിട്ടാനില്ല. ബാക്കി പൂവുകളൊക്കെ വാങ്ങിച്ചു പോയി. തീർച്ചയായിട്ടും അടയ്ക്കാനുള്ള പരിപാടിയാണ്. കണി കാണണ്ടേ? തീർച്ചയായിട്ടും. കണി എങ്ങനെയൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഇപ്പൊ കണിക്ക് ശാന്തിനെ വിളിച്ച് ചോദിക്കാൻ ഇവരോട് പറഞ്ഞാൽ ശാന്തിനെ വിളിച്ച് എത്ര മണിക്കാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടേ പോകുള്ളൂ. അതിനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടോ? ഇല്ല, സാധനം കൊടുക്കാല്ലേ, പോയി ഇപ്പൊ കണിയാണ് ക്ഷേത്രത്തിൽ പോയി. അതെ. അപ്പോൾ അങ്ങനെയാണ് സ്മൃതി. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരൊക്കെ സമയം ഏത് സമയമാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം രാവിലെ കണി കാണാൻ വേണ്ടി മലബാറിലാണ് വിഷു കുറച്ചുകൂടി ആവേശത്തോടു കൂടി ആഘോഷിക്കുന്നത്. പടക്കക്കടകളും SM സ്ട്രീറ്റിലെ അങ്ങേയറ്റത്തുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദീപക്. അപ്പോൾ അവിടെയും നല്ല തിരക്കുണ്ടാകും അല്ലേ? ഇപ്പോൾ പടക്കം പൊട്ടിക്കുന്ന സമയമാണ്. വിഷു തലേന്നാണല്ലോ പടക്കം പൊട്ടിക്കുക. അതെ, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ 12:30 മണിക്ക് ഏതാണ്ട് ആ സമയത്ത് പോലും എൻ്റെ വീടിൻ്റെ അടുത്ത് പടക്കം പൊട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ പുതിയങ്ങാടി, വലിയങ്ങാടി ഒക്കെ ഈ പടക്കങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾ വലിയ പ്രസിദ്ധമായിട്ടുള്ള ഇടങ്ങളാണ്. അവിടേക്കൊക്കെ നിരവധിയായ ആൾക്കാർ ഇന്ന് രാവിലെയൊക്കെ ഞങ്ങൾ ആ വഴിക്കൊക്കെ കടന്നു പോകുമ്പോൾ വലിയ ക്യൂ ഉണ്ടായിരുന്നു. ആളുകൾ ക്യൂ നിന്ന് പടക്കം വാങ്ങി പോകുന്ന കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യവും കൂടി പറയേണ്ടത്, ഈ ചെറിയ പൈസയ്ക്ക്, അതായത് നമ്മളൊക്കെ പൊതുവേ പറയുന്ന 500 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയ്ക്കോ ഒന്നും വാങ്ങുന്ന ഒരു സ്വഭാവത്തിനപ്പുറത്തേക്ക് ആയിരങ്ങൾ ചിലവഴിച്ച് വാങ്ങുക, അത് പൊട്ടിച്ച് അത് മാനത്ത് വിരിയുന്നത് കണ്ട് സന്തോഷിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകതരം, എന്താ പറയേണ്ടത്, ആ വാക്ക് ഒരു വിഷുപ്രാന്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ കൂടിയുള്ള ഒരു സ്വഭാവം കൂടി മലബാറുകാർക്ക് പൊതുവേ അതെ അങ്ങനെയുള്ളൊരു സ്വഭാവം കൂടി മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലബാറുകാർക്ക് ഉണ്ട് എന്ന് പറയാനും സാധിക്കും. എന്തായാലും ഈ വിഷു കളറാണ്. അത് തന്നെ വിപണിയിൽ മാർക്കോ എന്ന് പറയുന്ന ഐറ്റം ഒക്കെയാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് എന്നുള്ളതാണ്. മാർക്കോയ്ക്ക് അതിൻ്റെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് വയലൻസ് അല്ല കാണിക്കുന്നത്, പക്ഷേ ആ കളർ ടോൺ ഉണ്ട്, അതായത് റെഡ് കളറാണ് കൂടുതലും എന്നുള്ളതാണ്. അതുകൊണ്ട് മാർക്കോയൊക്കെ മാനത്ത് പൊട്ടിയിരിക്കുന്നത് കാണാൻ നിൽക്കുന്ന മലയാളികളുണ്ട്, മലബാറുകാരുണ്ട് എന്നുള്ളത് കൂടി പറയാനും സാധിക്കും. ശരി, ഏതായാലും മിഠായി തെരുവിലെ മധുരമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ദീപക് മലയമ്മ നമ്മളെ കാണിച്ചത്. അതിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. നിറയെ ആളാണ് ഇപ്പോഴും. അവസാന മണിക്കൂറിലും സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിൽ കുടുംബമായിട്ട് തന്നെ വരുന്നവർ, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരൊക്കെ, എല്ലാവരുടെയും പ്രതികരണം നമ്മൾ കണ്ടല്ലോ.